കോഴിക്കോട് ജില്ല ഇടതുപക്ഷത്തോട് ആധിപത്യമുള്ള ജില്ല, ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യമുള്ള ജില്ല. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലമെടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100% അത് സാധൂകരിക്കുന്നുമുണ്ട്. 2001 ശേഷം 2001 കോഴിക്കോട് നോർത്തിൽ നിന്ന് എ സുജനപാൽ, കൊയിലാണ്ടിയിൽ നിന്ന് പി ശങ്കരൻ, ഈ 2 പേര് ജയിച്ചു പോയതിനു ശേഷം കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു കോൺഗ്രസ് MLA പോലും കോൺഗ്രസിന് അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം RMPയുടെ KK രമ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. ലീഗിന്റെ MK മുനീർ കൊടുവള്ളിയിൽ ജയിച്ചിട്ടുണ്ട്. UDFന്റെ MLA ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു കോൺഗ്രസ് MLA കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. 2021 തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളും LDF നേടിയപ്പോൾ UDFന് നേടാൻ കഴിഞ്ഞത് വടകരയിലെ RMPയുടെ രമയും KK രമയും അതുപോലെ കൊടുവള്ളിയിൽ ലീഗിൻ്റെ MK മുനീറും മാത്രമാണ് ജയിച്ചത്. എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ MK രാഘവൻ ജയിച്ചു പോകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ ഭാഗമായിട്ടുള്ള വടകരയിലാണ് എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ ഷാഫി ജയിച്ചു പോയത്. ഈ ഷാഫി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റവും അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയവുമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ പിടിച്ചു നിർത്താൻ LDF വളരെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണത്തിലും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ ആത്മവിശ്വാസമാണ് കോൺഗ്രസിൻ്റെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് അവിടെ അപ്രതീക്ഷിതമായ മുന്നേറ്റം തെക്കൻ കേരളത്തിൽ പല ജില്ലകളിലും നേടാൻ കഴിയുന്നതിനേക്കാൾ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. 7 സീറ്റെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നതെങ്കിൽ ഒരു UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ 13-ൽ 9 സീറ്റ് വരെ കോൺഗ്രസ് നേടും. UDF നേടുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്നല്ല UDF നേടുമെന്ന് പറയുമ്പോൾ അത് കേരള ചരിത്രത്തിലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ UDFന്റെ മുന്നേറ്റങ്ങളിൽ ഒന്നായി മാറുമെന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലങ്ങളും ഈസി വാക്ക് ഓവർ അല്ല. നമുക്ക് 95% ഇന്ന ആൾ ജയിക്കും, ഇന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയാൻ കഴിയുന്ന 5 മണ്ഡലങ്ങളുണ്ട്. ആ 5 മണ്ഡലങ്ങളെ പറ്റി നമ്മൾ വിശദമായി സംസാരിക്കുന്നില്ല. നമ്മൾ മത്സരം നടക്കുന്ന 9 മണ്ഡലങ്ങളെ പറ്റിയായിരിക്കും കൂടുതലായി പറയാൻ പോകുന്നത്. വടകരയിൽ RMPയുടെ KK രമ തന്നെ ജയിക്കും. അവരവിടുത്തെ സിറ്റിംഗ് MLA ആണ്. സീനിയർ നേതാവായിട്ടുള്ള MK ഭാസ്കരനാണ് അവിടെ മത്സരിക്കുന്നതെങ്കിലും മത്സരഫലത്തിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. ഈ UDFന് അനുകൂലമായൊരു തരംഗമൊക്കെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് KK രമ തന്നെ അവിടെ ജയിച്ചു കയറും. ബാലുശ്ശേരിയിൽ സിറ്റിംഗ് MLA CPMന്റെ സിറ്റിംഗ് MLA സച്ചിൻ ദേവ് തന്നെ ജയിക്കാനാണ് സാധ്യത. തിരുവമ്പാടിയിൽ CPMന്റെ സിറ്റിംഗ് MLA ലിൻഡോ ജോസഫ് ജയിക്കും അവിടെ. അത് തിരുവമ്പാടിയുടെ ഒരു സവിശേഷത. തിരുവമ്പാടി ഒരു UDFന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും 2006 തൊട്ട് LDF സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അങ്ങനെയാണ് LDF ആ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കുന്നത്. 2006 മത്തായി ചാക്കോ മത്സരിച്ച് ജയിക്കുന്നു. പക്ഷേ അദ്ദേഹം അസുഖബാധിതനായി മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് നിയമസഭയിൽ എത്താൻ കഴിയുന്നില്ല. പിന്നീട് ജോർജ് എം തോമസ്, പിന്നീട് ഇപ്പോൾ സിറ്റിംഗ് MLA ആയിരിക്കുന്ന ലിൻഡോ ജോസഫ്. ഈ ലിൻഡോ ജോസഫ് വളരെ ജനകീയനായിട്ടുള്ള MLA ആണ്. താമരശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനമുള്ള സ്ഥലം. ഒരുപക്ഷെ UDF ആ സീറ്റ് ലീഗിനാണ്. ലീഗിൻ്റെ CK കാസിമാണ് അവിടെ മത്സരിക്കുന്നത്. UDF അതൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഈ മത്സരഫലം തന്നെ മറിഞ്ഞെന്ന് വരാം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ നിന്ന് ലിൻഡോ ജോസഫ് ജയിച്ചു കയറാനാണ് സാധ്യത. കൊടുവള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ കൊടുവള്ളിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MK മുനീർ മത്സരിച്ച് ജയിച്ച മണ്ഡലം. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം അദ്ദേഹം മത്സരിക്കുന്നില്ല. ആ സീറ്റ്
യൂത്ത് ലീഗിൻ്റെ PK ഫിറോസിന് കൊടുക്കുന്നു. PK ഫിറോസ് അവിടെ കൊടുവള്ളിയിൽ ജയിച്ചു കയറും. പിന്നെ നമുക്ക് വളരെ 95% ജയിച്ച് കയറും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് പേരാമ്പ്ര. പേരാമ്പ്രയിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു കണക്കുകൂട്ടലിൽ പേരാമ്പ്രയിൽ ഇത്തവണയും സിറ്റിംഗ് MLA ആയിട്ടുള്ള TP ജയിച്ചു കയറും. TP രാമകൃഷ്ണൻ ജയിച്ചു കയറും. ആ TP എന്ന് പറയുന്ന രണ്ടക്ഷരത്തും വലിയ ബ്രാൻഡാണ് വരുമ്പോൾ പേരാമ്പ്രയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ടുകൾക്കാണ് TP അവിടെ ജയിച്ചത്. അതിന് മുമ്പും TP അവിടെ ജയിച്ചിട്ടുണ്ട്. AK പത്മനാഭൻ, NK രാധ, കുഞ്ഞാമത്, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള CPM നേതാക്കൾ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ്. അവിടെ CPMന് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ പേരാമ്പ്രയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഫാത്തിമ തഹ്ലിയയ്ക്കൊന്നും TPയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു കണക്കൂട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് പേരാമ്പ്രയിൽ TP തന്നെ ജയിച്ചു. കോഴിക്കോട് നോർത്ത് മണ്ഡലം 2011-ലും 2016-ലും പ്രദീപ് കുമാർ ജയിച്ച മണ്ഡലം. അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മാന്യനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രദീപ് കുമാർ, സംശയമില്ല. 2021-ൽ മുൻ മേയറായിരുന്ന, കോഴിക്കോട് കോർപ്പറേഷൻ 2 തവണ മേയറായിരുന്ന, ഏറ്റവും കൂടുതൽ കാലം മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരിക്കാനെത്തുന്നു. തോട്ടത്തിൽ അവിടെ വീണ്ടും ജയിച്ചു കയറുന്നു. നഗര കേന്ദ്രീകൃതമായ ആളുകളുടെ വ്യക്തിത്വം കൂടി മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നൊരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. അതുകൊണ്ട് പ്രദീപ് കുമാർ ആയാലും തോട്ടത്തിൽ രവീന്ദ്രനായാലും മാന്യരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ UDF നിർത്തുന്നത് തീർച്ചയായിട്ടും കോഴിക്കോടുകാർക്ക് സുപരിചിതനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയന്താണ്. അദ്ദേഹവും ഒരു മാന്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. KSUവിലൂടെ തുടങ്ങി DCCയുടെ കാലിക്കറ്റ് സെനറ്റ് മെമ്പറായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, DCCയുടെ ജനറൽ സെക്രട്ടറിയായി, AICC അംഗമായി, KPCC അംഗമായിരുന്നു. അഡ്വക്കേറ്റ് ജയന്തും കോഴിക്കോട് നോർത്തുകാർക്ക് സുപരിചിതനാണെന്നുള്ളതാണ്. മറ്റ് മണ്ഡലങ്ങളെ പോലെ ഒരു വാശിയേറിയ മത്സരമുണ്ടോ എന്ന് ചോദിച്ചാൽ കോഴിക്കോട് നോർത്തിൽ അങ്ങനെ ഒരു വാശിയേറിയ ഇഞ്ചോടിഞ്ച് ബലാബലമായിട്ടുള്ളൊരു പോരാട്ടം കോഴിക്കോട് നോർത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, വടകര, തിരുവമ്പാടി, ബാലുശ്ശേരി, പേരാമ്പ്ര, കൊടുവള്ളി, ഈ 5 മണ്ഡലങ്ങളെപ്പോലെ വളരെ ഈസി വാക്ക് ഓവറായിട്ട് ജയിച്ചു കയറാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മത്സരമല്ല കോഴിക്കോട് നോർത്തിൽ നടക്കുന്നതെന്നുള്ളതാണ്. വലിയൊരു UDF തരംഗം ഉണ്ടായാൽ, വലിയൊരു UDF സുനാമി ഉണ്ടായാൽ ഒരു പക്ഷേ UDFന് അനുകൂലമായേക്കാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ അവിടെ സേഫാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ജനകീയത, അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് BJPയുടെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്വാധീനമുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിസ്സാരക്കാരിയല്ല. ആരാ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി? കഴിഞ്ഞ 3 തവണ തുടർച്ചയായി കോഴിക്കോട് കോർപ്പറേഷനിൽ ജയിച്ചു കയറിയ നവ്യ ഹരിദാസാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവിടെ 2021-ൽ MT രമേശ് 31,000 വോട്ട് നേടി. 2016-ൽ KP ശ്രീശൻ ഏതാണ്ട് 30,000, 29,500 ആണെന്ന് തോന്നുന്നു, 29,500ഓളം വോട്ട് നേടിയ മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് BJPയുടെ പെൺസിംഹം നവ്യ ഹരിദാസ് മത്സരിക്കാനെത്തുന്നത്. എനിക്ക് ഈ മണ്ഡലത്തിൻ്റെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ ഈ നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ഈ യുവ സിംഹം നാളെ അവിടെ മേയറാണ്. നാളെ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവിടെ MLA ആയിട്ട് വരാം. അങ്ങനെ ഒരാളാണ് നവ്യ ഹരിദാസ്. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് തോട്ടത്തിൽ രവീന്ദ്രന് തന്നെയാണ് സാധ്യത. എന്നാൽ വലിയ UDF തരംഗം, ആര് നിന്നാലും ജയിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് ഒരു UDF തരംഗം വരികയാണെങ്കിൽ ജയന്തന് സാധ്യതയില്ല എന്ന് ഈ അവസരത്തിൽ പറയാനും കഴിയില്ല. കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത് പോലെ അത്ര സേഫല്ല. കോഴിക്കോട് നോർത്ത് പോലും മത്സരം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കോഴിക്കോട് സൗത്തിൽ
ശക്തമായ മത്സരം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്നത് അവിടെ INLൻ്റെ സീറ്റാണ്. LDF അത് INL കൊടുത്ത സീറ്റ്. INLൻ്റെ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിൽ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അഹമ്മദ് ദേവർകോവിൽ 12,500 വോട്ടുകൾക്കാണ് 2021 ലീഗിലെ നൂർബിന റഷീദിനെ പരാജയപ്പെടുത്തിയത്. അത് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ അതിനു മുമ്പ് 2016 2011 ലീഗിൻ്റെ MK മുനീർ ജയിച്ച മണ്ഡല. 2011 MK മുനീർ പരാജയപ്പെടുത്തിയത് അവിടെ CPMൻ്റെ തരക്കേടില്ലാത്ത ശക്തനായിട്ടുള്ള നേതാവ് മുസാഫിർ അഹമ്മദിനെയാണ്. ഈ മുസാഫിർ അഹമ്മദ് പിന്നീട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയും ഡെപ്യൂട്ടി മേയറാവുകയും ഈ കഴിഞ്ഞ 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയറായിട്ട് CPM ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അവിടെ കോഴിക്കോട് സൗത്തിലെ P കുഞ്ഞുവിൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം CPMന് വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള മീൻചന്ത വാർഡിൽ തോറ്റു എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് സൗത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ലീഗിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് അവിടെ ഫൈസൽ ബാബുവാണ്. NDAക്ക് അവിടെ വോട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുന്ന BJPയുടെ നവ്യ ഹരിദാസ് അവിടെ 29,000-ൽ പരം വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ്. അപ്പോൾ കോഴിക്കോട് സൗത്ത് വലിയ മത്സരം തന്നെ നടക്കും. UDF തരംഗം സംസ്ഥാനത്തുണ്ടാവുകയാണെങ്കിൽ അവിടെ ലീഗിൻ്റെ ഫൈസൽ ബാബു ജയിക്കും. അതല്ല, സംസ്ഥാനത്താകമാനം ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. LDF UDFും തമ്മിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഒരു 10 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അഹമ്മദ് ദേവർകോവിൽ തന്നെ ജയിച്ചു കയറും. എന്നാൽ UDF തരംഗമാണെങ്കിൽ സംശയമില്ല, ഒരുപക്ഷെ ഫൈസൽ ബാബു തന്നെ, ലീഗിൻ്റെ ഫൈസൽ ബാബു തന്നെ ജയിച്ചു കയറും. BJPക്ക് NDAക്ക് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2021 BJPയുടെ കോർപ്പറേഷൻ കൗൺസിലായിരുന്ന നവ്യ ഹരിദാസ് ഇപ്പോൾ അവർ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുന്നു. അവർ മത്സരിച്ചപ്പോൾ 25,000 വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. അവിടെ ഒരു യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ BJPയുടെ ഒരു T റനീഷാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹവും ആ വോട്ട് സമാഹരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരമാണ് കോഴിക്കോട് സൗത്തിൽ നടക്കുന്നത്. നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിയും സിറ്റിംഗ് MLAയുമായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ബേപ്പൂർ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന കേരളത്തിലെ 5 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ബേപ്പൂരുണ്ട്. എന്തുകൊണ്ട് ബേപ്പൂർ ശ്രദ്ധേയമാവുന്നു? കഴിഞ്ഞ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും 2021 LDFന്റെ ഭാഗമായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറി LDFനോട്, പിണറായി വിജയനോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കലഹിച്ച് മരിമോനിസവും പിണറായിസത്തിനെതിരെയും പൊരുതാൻ വേണ്ടി LDF വിട്ട് പുറത്തിറങ്ങിയ PV അൻവറും എത്തുന്നതോടെയാണ് ബേപ്പൂർ ശ്രദ്ധേയമാവുന്നത്. എന്നാൽ ബേപ്പൂരിൻ്റെ രാഷ്ട്രീയം ബേപ്പൂർ എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന മണ്ഡലം, ഇടതുപക്ഷത്തിൻ്റെ അചഞ്ചലമായ കോട്ട. 1977 ശേഷം UDFന്, കോൺഗ്രസ്സിന് ഒരു MLA സൃഷ്ടിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. NP മൊയ്തീന് ശേഷം UDFന് ഒരു MLA ഉണ്ടായിട്ടില്ല ബേപ്പൂരിൽ. എന്നാൽ അതിന് അന്ത്യം കുറിക്കുമെന്നുള്ള വാദത്തോടെയാണ് PV അൻവർ ബേപ്പൂരിൽ എത്തിയിട്ടുള്ളത്. 2021 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിനെതിരെ അൻവർ പറയുന്ന ഈ മരിമോനിസവും പിണറായിസവുമാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ബേപ്പൂരിലെ ജനതയുടെ ഇടയിൽ വില പോകുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രശ്നം PV അൻവറിൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ആൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അഴിമതി ആരോപണം, ശക്തമായ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ LDF വിട്ട് UDF പാളത്തിലേക്ക് പോരുന്നു. ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ മരിമോനിസവും പിണറായിസവും എന്ന് മാത്രമുള്ള കാര്യം. ഈ ബേപ്പൂരിലെ കമ്മ്യൂണിസത്തെ ചെറുക്കാൻ ഈ PV അൻവറിൻ്റെ പിണറായിസത്തിനും മരിമോനിസത്തിനും കഴിയുമെന്നുള്ളതാണ്. ബേപ്പൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് VKC മുഹമ്മദ് കുട്ടി, അതുപോലെ
ടി.കെ. ഹംസ, എളമരം കരീം അതുപോലുള്ള CPM-ന്റെ അധികായകന്മാർ ജയിച്ച് കയറിയിട്ടുള്ള മണ്ണാണ്. 1991 ഇപ്പോഴും എല്ലാ സമയത്തും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്ന കോലീബി സഖ്യം. അന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ കെ മാധവൻകുട്ടിയെ കോലീബി സഖ്യത്തിന്റെ ഭാഗമായിട്ട് പൊതു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ അന്ന് ടി.കെ. ഹംസ, CPM-ന്റെ സ്ഥാനാർത്ഥി ടി.കെ. ഹംസ 6500 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണെന്നുള്ളതാണ്. അപ്പോൾ 1991 കോലീബി സഖ്യം ഉണ്ടാക്കിയിട്ട് പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും അവിടെ UDF-ന് ജയിച്ചു കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് LDF-നും CPM-നും ഉള്ളതെങ്കിൽ CPM-നും LDF-നും അവിടെ ആശങ്ക ഉളവാക്കുന്ന ചില ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. MK രാഘവൻ 2 തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂരിൽ ലീഡ് നേടിയിട്ടുണ്ടെന്നാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേവലം 1300 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ആർക്കുള്ളൂ? LDF-നുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടുകൾക്ക് ഈ മുഹമ്മദ് നിയാസിനെ പരാജയപ്പെടുത്തിയ മുഹമ്മദ് റിയാസ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1300 വോട്ടുകളുടെ ലീഡ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 മാസം മുമ്പ് നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ മുഹമ്മദ് റിയാസ് പ്രൊജക്റ്റ് ചെയ്ത മുസാഫിർ അഹമ്മദ് അവിടെ മീഞ്ചന്ത വാർഡിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അടിയൊഴുക്കുകൾ കഴിഞ്ഞ 10-35 വർഷമായിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന LDF ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കണ്ടേ എന്നുള്ളതാണ് PV അൻവർ ഉന്നയിക്കുന്ന ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ ആദ്യം പ്രകടമാകുന്ന ജില്ലയിലെ മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂർ മണ്ഡലമായിരിക്കും. അതല്ല, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നില്ല, ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ലീഡ് നില മുന്നോട്ട് പോകുന്നതെങ്കിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് ഭീഷണിയാവാൻ PV അൻവറിന് കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെമ്പാടും ആഞ്ഞടിക്കുകയാണെങ്കിൽ അതിൽ മുഹമ്മദ് റിയാസ് വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ബേപ്പൂരിൽ BJP-യും നിർണായകമായ വോട്ട് പിടിക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. 2016-ലും 2021-ലും മത്സരിച്ച അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു തന്നെയാണ് 2026-ലും മത്സരിക്കുന്നത്. 2016-ൽ ഏതാണ്ട് 27,000-ൽ പരം വോട്ടുകളും 2021-ൽ 26,000 പരം വോട്ടുകളും പ്രകാശ് ബാബു അവിടെ പിടിച്ചിട്ടുണ്ട്. 30,000 വോട്ടുകൾ വരെ BJP-ക്ക് അവിടെ നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഈ BJP പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഒരുപക്ഷെ BJP-യുടെ വോട്ടുകൾ PV അൻവറിന് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് മറുചോദ്യം. പക്ഷെ പ്രകാശ് ബാബുവിനെ പോലുള്ള ഒരു നേതാവിനെ നിർത്തിയിട്ട് BJP-യുടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോഴാണ് BJP പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ BJP-യിൽ നിന്ന് ഇനി ചോർന്നു പോയാലുള്ള വോട്ടുകൾ ഇത് ആരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. കുന്നമംഗലം മണ്ഡലം 2011-ലും 2016-ലും 2021-ലും അവിടെ ജയിച്ച് ഇപ്പോഴും സിറ്റിംഗ് MLA ആയിരിക്കുന്ന PTA റഹീമാണ് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. 2011-ൽ അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ UC രാമനെയാണ് 3000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയെങ്കിൽ 2016 T സിദ്ദിഖിനെ 11,000 വോട്ടുകൾക്കാണ് PTA റഹീം പരാജയപ്പെടുത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദിനേശ് പെരുമണ്ണയെ 10,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ ഈ 2026-ൽ അത്ര എളുപ്പമായിരിക്കില്ല PTA റഹീമിന് മത്സരം. അവിടെ ലീഗിൻ്റെ റസാഖ് മാസ്റ്ററെയാണ് PT റഹീം നേരിടേണ്ടി വരുന്നത്. റസാഖ് മാസ്റ്റർ അത്യാവശ്യം മണ്ഡലത്തിൽ സുപരിചിതനും ജനകീയനുമായിട്ടുള്ള ആളാണ്. മാത്രമല്ല PTA റഹീം എന്ന് പറയുന്നത് ഒരു റഹീം ലീഗ് എന്നുള്ളൊരു ടേമുണ്ട് അവിടെ. കാരാട്ട് റസാഖിനൊപ്പം ലീഗ് വിട്ട് വന്ന വിമതനാണിത്. കാരാട്ട് റസാഖ് ഇപ്പോൾ ലീഗിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു പോയിട്ട് താൻ തൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. ഈ കുന്നമംഗലത്ത് അത്ര എളുപ്പമായിരിക്കില്ല PTA റഹീമിന് കാര്യങ്ങൾ എന്നുള്ളതാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലത്തിൽ വലിയ ലീഡ് നേടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ കുന്നമംഗലം PTA റഹീമിന് നഷ്ടപ്പെടാൻ, LDF-ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ BJP-ക്ക് വോട്ടുള്ള സ്ഥലമാണ്. അവിടെ BJP-യുടെ VK സജീവൻ അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ തവണയും മത്സരിച്ചത്. അവിടെ 2016-ൽ
CK പത്മനാഭൻ CKP അവിടെ 32,000 വോട്ടുകൾ പിടിച്ച മണ്ഡലമാണെന്നുള്ളതാണ്. BJPക്ക് നിർണായകമായ വോട്ടുള്ള മണ്ഡലമാണ് കുന്നമംഗലം. പക്ഷേ ജയിക്കാനുള്ള വോട്ടുകളൊന്നും BJPക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ കുന്നമംഗലം PT റഹീമിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നും അവിടെ റസാഖ് മാസ്റ്റർ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു UDF തരംഗത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലുണ്ടാകുന്ന UDF മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ ജയിച്ചു കയറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏലത്തൂർ മണ്ഡലം 2011-ലും 2016-ലും 2021-ലും തുടർച്ചയായി 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്ന സിറ്റിംഗ് MLA AK ശശീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാനെത്തുന്നു. 4ാം തവണയും മത്സരിക്കാനെത്തുന്നു. UDFന് വേണ്ടി KPCC ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, NDAക്ക് വേണ്ടി P ദേവദാസ്. 2016-ലും 2021-ലും 1ാം പിണറായി സർക്കാരിലും 2ാം പിണറായി സർക്കാരിലും AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏലത്തൂർ മണ്ഡലം ഒരു ഇടതുകോട്ടയാണ്. എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങൾ AK ശശീന്ദ്രൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് NCPയിലകത്തുള്ള പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ വിഷയങ്ങൾ അവിടെ NCPയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണയെല്ലാം മത്സരിച്ച ചിഹ്നത്തിലല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയെല്ലാം മത്സരിച്ചത് NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിലാണെങ്കിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നത് കാഹളം മുഴക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അവിടെ NCP അജിത്ത് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി PK ശശീന്ദ്രൻ, അതേ പേരിൽ തന്നെ ഇത് AK ശശീന്ദ്രനാണെങ്കിൽ NCP അജിത്ത് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി PK ശശീന്ദ്രൻ കഴിഞ്ഞ തവണ AK ശശീന്ദ്രൻ മത്സരിച്ച ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന വിദ്യാ ബാലകൃഷ്ണൻ അത്ര മോശക്കാരിയല്ല. അവരവിടെ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇടതുകോട്ട AK ശശീന്ദ്രനെ വീണ്ടും ജയിച്ചു കയറാനുള്ള സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അവിടെ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. അവിടെ വലിയ സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ടാണ് അവിടെ ജയചന്ദ്രൻ മാസ്റ്റർ പിടിച്ചത്. ഇപ്പോൾ അവിടെ 2026-ൽ T ദേവദാസ് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് അവിടെ ഒരു 10-30,000 ഒരു കൃത്യമായിട്ടുള്ള ആര് നിന്നാലും ലഭിക്കാവുന്ന ഒരു 30,000 വോട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വോട്ടുകൾ വിദ്യാ ബാലകൃഷ്ണനിലേക്ക് പോവുക, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക. സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ AK ശശീന്ദ്രൻ തോൽക്കുന്നുണ്ടാണ്. എന്നാൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷനിലാണ്, ഒരു ടൈറ്റ് മത്സരത്തിലാണ് പോകുന്നത്. ജയിച്ചാൽ തന്നെ ആര് ജയിച്ചാലും ഒരു 5-നും 10-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ AK ശശീന്ദ്രൻ ജയിച്ചു കയറും. എന്നാൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്താകമാനം ആഞ്ഞടിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തോൽക്കാൻ ഓടുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ AK ശശീന്ദ്രനും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. നാദാപുരം മണ്ഡലം വടക്കൻ പാട്ടിൻ്റെ മണ്ണ്, കേരള രാഷ്ട്രീയത്തിലെ കടത്തനാടൻ മണ്ണ്. 1957 രൂപീകൃതമായിട്ടുള്ള നാദാപുരം മണ്ഡലത്തിൻ്റെ അരനൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലം. CH കണാരൻ്റെ ഉയർച്ച താഴ്ചകൾ കണ്ട മണ്ഡലം. സത്യൻ മൊകേരി, ബിനോയ് വിശ്വം, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ MLA ആയിരുന്ന EK വിജയനെ പോലുള്ള ആളുകളെ വിജയിപ്പിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള P വസന്തം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുമ്പോൾ UDF രംഗത്തിറക്കുന്നത് യുവമുഖത്തെയാണ്. KSUവിലൂടെ സംഘടനാ രംഗത്തേക്ക് വന്ന KM അഭിജിത്ത്. BJPക്ക് അവിടെ നിർണായകമായ സ്വാധീനമില്ലാത്തൊരു മണ്ഡലമാണ് നാദാപുരം. ഇവിടെ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് EK വിജയൻ 2 തെരഞ്ഞെടുപ്പുകളിലും നാദാപുരത്ത് വിജയിച്ചു വന്നുവെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് EK വിജയനുള്ളത്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ 4 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അവിടെ 10 പഞ്ചായത്തുകളിൽ LDFന് 6-ഉം UDFന് 4-ഉം ആണെങ്കിൽ ഒരു പഞ്ചായത്ത്, വാണിവേൽ പഞ്ചായത്ത്, 1 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 5-5 അവിടെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ മുന്നേറ്റം മാത്രമല്ല, നാദാപുരം നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായിട്ടുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം. ഷാഫി ഒരു ഫാക്ടറാണ്. കോഴിക്കോട് ജില്ലയിലെ 5 മണ്ഡലങ്ങളെങ്കിലും ഒരു ഷാഫി ഇമ്പാക്റ്റ്, ഷാഫി ഫാക്ടർ UDF പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
മാത്രമല്ല ഈ പി വസന്തത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പി വസന്തം എന്ന് പറയുന്നത് അവർ ഒരു വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥിയാണ്, എത്രയോ കാലം പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ പി.കെ. ശ്യാമള മത്സരിക്കുന്നു. ഇവിടത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ MLA ആയിരുന്ന സത്യൻ മൊകേരിയുടെ ഭാര്യയാണ്. അപ്പോൾ ഇത് ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എതിരാളികൾ സ്വാഭാവികമായി പറയുന്ന കുടുംബ വാഴ്ചയെ അത് ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു വികാരം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിപ്പോയി അവിടെ CPIയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്താണെങ്കിൽ ഒരു യുവരക്തമാണ്, KM അഭിജിത്താണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരുകയാണെങ്കിൽ നമുക്ക് ചരിത്രത്തിൻ്റെ ഒരു കണക്കുകൾ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ കേരളത്തിൽ UDF മുന്നേറ്റം ഉണ്ടാക്കുന്നു, കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിൽ ഇവർ പറയുന്ന UDF നേടുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ LDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ നാദാപുരം കൂടി ഉൾപ്പെടുമെന്നതാണ്. കുറ്റ്യാടി മണ്ഡലം 2008 കുറ്റ്യാടി മണ്ഡലം രൂപീകൃതമാകുന്നത്. അതുവരെ അത് മേപ്പയൂർ മണ്ഡലമായിരുന്നു. 2011 കുറ്റ്യാടി മണ്ഡലത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMൻ്റെ KK ലതിക ലീഗിൻ്റെ സൂപ്പി നരിക്കട്ടേരിയെ പരാജയപ്പെടുത്തി ആദ്യത്തെ കുറ്റ്യാടി മണ്ഡലത്തിലെ ആദ്യ വിജയമാണ്. എന്നാൽ 2016 ആകുമ്പോൾ പാറക്കൽ അബ്ദുള്ള KK ലതിക ടീച്ചറെ 1100 പരം വോട്ടുകൾക്ക് വെറും 1100 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. 2021 ആകുമ്പോൾ LDFിലേക്ക് കേരള കോൺഗ്രസ് എം വരുന്നു. ഈ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. കുഞ്ഞാവത് കുട്ടിക്ക് വേണ്ടിയിട്ട് ആളുകൾ തെരുവിലിറങ്ങുകയാണ്. കുഞ്ഞാവത് കുട്ടിക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ LDF ആ പ്രതിഷേധം കണക്കിലെടുത്ത് കുഞ്ഞാവത് കുട്ടിക്ക് സീറ്റ് കൊടുക്കുന്നു. കുഞ്ഞാവത് കുട്ടി അവിടെ 333 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന പാറക്കൽ അബ്ദുള്ളയെ പരാജയപ്പെടുത്തുന്നു. 2026 വീണ്ടും പാറക്കൽ അബ്ദുള്ളയും കുഞ്ഞാവത് കുട്ടിയും മത്സരിക്കുമ്പോൾ ശക്തമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ LDFന് അത്ര അനുകൂലമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം LDFന് അത്ര ആശാവഹമല്ല. മണ്ഡലത്തിൽ മൊത്തം ഒരു 5900 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFനുണ്ട് എന്നാണ് UDF അവകാശപ്പെടുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1200 മാത്രമാണെന്നാണ് LDF പറയുന്നത്. എന്തായാലും 8ൽ 4 പഞ്ചായത്ത് UDFനൊപ്പമുണ്ട്. ഒരു പഞ്ചായത്തിൽ തുല്യനില കൈവരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ലോക്സഭാ മണ്ഡലത്തിലെ മുന്നേറ്റവും LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരും ജനകീയരാണ്. കുഞ്ഞാവത് കുട്ടി കുറ്റ്യാടി പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറായി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡൻ്റായി അങ്ങനെ വളർന്നു വന്ന ജനകീയനായിട്ടുള്ള നേതാവാണ് കുഞ്ഞാവത് കുട്ടി. പാറക്കൽ അബ്ദുള്ളയും മോശമല്ല. എന്നാൽ നിലവിലെ സാഹചര്യം സിറ്റിംഗ് MLAക്കെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കോഴിക്കോട് ജില്ലയിൽ ഒരു UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ കുഞ്ഞാവത് കുട്ടി പരാജയപ്പെടുകയും പാറക്കൽ അബ്ദുള്ള വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊയിലാണ്ടി മണ്ഡലം സിറ്റിംഗ് MLA കാനത്തിൽ ജമീല മരണപ്പെട്ടൊരു മണ്ഡലമാണ് കൊയിലാണ്ടി മണ്ഡലം. 2021 കാനത്തിൽ ജമീല N സുബ്രഹ്മണ്യനെ 8000 പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ അവിടെ മത്സരിക്കാൻ വരുന്നത് 2011 2016 MLA ആയിരുന്ന കൊയിലാണ്ടി നഗരസഭയുടെ 2 തവണ നഗരസഭാ ചെയർമാനായിരുന്ന K ദാസനാണ്. UDFന് വേണ്ടി മത്സരിക്കാനെത്തുന്നത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. വലിയ മത്സരമാണ് കൊയിലാണ്ടിയിൽ പ്രതീക്ഷിക്കുന്നത്. നഗരസഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കൊയിലാണ്ടി മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭയിൽ ഷാഫി പറമ്പലിന് ഏകദേശം 20,000 പരം വോട്ടുകളാണ് ലീഡ് നേടാനായി. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7,000 പരം വോട്ട് UDFനുണ്ട് എന്നുള്ളതാണ്. അവിടെ CPM ആദ്യം പരിഗണിച്ചിരുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വസീഫിനെയാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള UDFനുള്ള മുന്നേറ്റവും ലോക്സഭയിലെ ഈ ഷാഫി ഫാക്ടറൊക്കെ കണക്കിലെടുത്താണ് കുറച്ചുകൂടി കരുത്തുറ്റ നേതാവായിട്ടുള്ള ജനകീയനായിട്ടുള്ള K ദാസൻ അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് അതിനൊപ്പം തന്നെ ഈ 2 പഞ്ചായത്ത് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല മൂടാടി പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം കൊയിലാണ്ടി നഗരസഭയിൽ വലിയ മുന്നേറ്റവും ആർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല K പ്രവീൺ കുമാർ കോഴിക്കോട് ജില്ലയിൽ സുപരിചിതനായിട്ടുള്ള
വലിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നേതാവാണ് കെ പ്രവീൺകുമാർ. അതുകൊണ്ട് കൊയിലാണ്ടിയിലെ മണ്ഡലം ഇരു കൂട്ടർക്കും അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു UDF തരംഗം ഉണ്ടാവുകയാണ്. കോഴിക്കോട് ജില്ല ഈ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മലബാർ ജില്ലയിൽ വലിയ മുന്നേറ്റം ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് ഒരു MLA വന്നിട്ട് 20 വർഷമായി എന്നുള്ളതാണ്. ആ പേരുദോഷം മാറ്റാൻ വേണ്ടി UDF കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ചില തെക്കൻ ജില്ലകളിൽ ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ നേട്ടം ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയും. 5 മുതൽ 7 സീറ്റ് വരെ ആവാം, 9 സീറ്റ് വരെ ആവാമെന്ന് ചില UDF നേതാക്കൾ പറയുന്നുണ്ട്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൊയിലാണ്ടി ഇത്തവണ UDFനൊപ്പം നിൽക്കുന്നതാണ്.